നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ, പന്തീരങ്കാവ്. കിഞ്ചന വർത്തമാനം. രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലക്കവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്. സുധി, അച്ഛാ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ പേര് ഞാൻ മാറ്റിയിട്ട് കൊല്ലം 5 ഞാനിപ്പോ ഷാർദുൽ സലീലാണ്. അമ്മേ, എന്താ അമ്മെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. നിന്റെ അച്ഛനെ ആ പേര് വിളിക്കാൻ അത്ര എളുപ്പല്ല. ഷാർദുൽ. എവിടുന്ന് കിട്ടി നിനക്ക് ഈ പേര്? എനിക്കിത് കേൾക്കുമ്പം വേറെ പലതാ ഓർമ്മ വരുന്നത്. എന്റെ അച്ഛാ, ഷാർദൂൽ എന്ന് പറഞ്ഞ സിംഹം എന്നാണ് അർത്ഥം. കടുവ എന്നും അർത്ഥമുണ്ട്. കഴുതപ്പുലി എന്നല്ലാത്തത് നന്നായി. അല്ല പിന്നെ സ്വന്തം മകനെ കഴുതപ്പുലി എന്ന് വിളിക്കുന്ന ഒരച്ഛൻ ലോകത്തിൽ ആദ്യമായിരിക്കും അച്ഛാ. അച്ഛന്റെ സംശയം ന്യായമല്ലേ മോനെ? എന്നാ പിന്നെ സിംഹെന്നോ മറ്റോ ഇടായിരുന്നില്ലേ? അമ്മയും തുടങ്ങിയോ? അമ്മേ, ഓ, എന്റെ ഭാഗ്യ നമ്പർ 12 12. സുധി എന്ന പേരിട്ടതിന് ശേഷം ഞാൻ 5 തവണ ജോലി മാറി. അപ്പൊ പിന്നെ ഈ പേരിട്ടാൽ 1 ഡസൻ തവണ നിനക്ക് ജോലി മാറേണ്ടി വരുമല്ലോ. ഓ, ഈ അച്ഛന്റെ കരുനാക്കൊണ്ടൊന്ന് ചുടാതിരിക്കോ? നിന്നെ ഞാൻ ഒരു പേരും വിളിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്കുടനെ നാട്ടിൽ പോണം. എന്റെ മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കണത് എന്തിനാ? അവന് ഒരു കല്യാണമൊക്കെ കഴിച്ച് കുട്ടിയായിട്ടൊക്കെ പോരെ നമ്മള് നാട്ടിൽ പോണത്? അല്ല, അമ്മ എന്താ പറഞ്ഞേ? കല്യാണം, കുട്ടി. അതിനാ നിങ്ങൾ ഇവിടെ നിൽക്കണതെങ്കിലേ നാളെ തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഷാർദുല നീ ഉണ്ടാവുമായിരുന്നില്ല. ഷാർദുലല്ല ചാ, ഷാർദുൽ സലീൽ. എന്ത് കുന്തെങ്കിലാവട്ടെ, ഛർദിലാവാത്തത് ഭാഗ്യം. സത്യം പറയാലോ, എനിക്ക് നിന്റെ പേര് കേട്ട ആദ്യം അതാ ഓർമ്മ വരിക. ഇതിനാണച്ചാ തന്ത വൈബ് എന്ന് പറയാ. എന്ത് തന്ത വൈബ്? അത് തന്നെ. പ്രായമായിട്ടില്ലെങ്കിലും വലിയ കാരണവന്മാരെ പോലെ സംസാരിക്കുക, പുതിയ തലമുറയെ പുച്ഛിക്കുക. മോനെ വേണ്ട, അച്ഛനോടാ നീ അത് പറഞ്ഞപ്പോഴാ. നിനക്ക് ഈ പാട്ടുകളെ ചെറിയ ശബ്ദത്തിൽ വെച്ചൂടെ? എന്റെ അമ്മേ, എന്റെ ഹോം തിയേറ്ററിൽ 2000 വാട്സാ. ചെറിയ ശബ്ദത്തിൽ വെക്കാനായിരുന്നെങ്കിൽ ഒരു മൊബൈലിൽ കേട്ടാ പോരെ. എന്നിട്ട് വെക്കുന്നതോ എന്താ തമാശ, എല്ലാ നിരാശ, എന്താ ഹമേശ നൂലാമാല. അങ്ങനെയല്ല ചാ, എന്താ തമാശ, എന്താ നിരാശ. ആ, ഇവിടെ കുറച്ചു കാലം കൂടി താമസിച്ചാല് എനിക്ക് ഭ്രാന്ത് പിടിക്കും. അച്ഛൻ ഈ കട്ടച്ചളി നിർത്തുന്നുണ്ടോ? നീ എന്താ പറഞ്ഞേ? അച്ഛൻ നിലവാരം കുറഞ്ഞ തമാശ നിർത്തുന്നുണ്ടോന്ന്. നിനക്ക് ചളിപ്പാട്ടുകൾ പാടാം, ഉറക്ക വെക്കാം. എന്ത് വെള്ളി അച്ഛ ഈ പറയുന്നേ? വെള്ളിയോ? ആ, സ്വർണ്ണ. എന്റെ അച്ഛാ, വെള്ളി എന്ന് പറഞ്ഞ ബോറ് എന്നാ അർത്ഥം. എന്നാ പിന്നെ ബോറെന്ന് പറഞ്ഞൂടെ? സിംഹൻ എന്ന് പറയുന്ന പോലെ. അല്ല, ഒരു കാര്യം, നിങ്ങളെ രണ്ടും കൂടെ വർത്തമാനം പറയുമ്പോഴേ ആരാ അച്ഛൻ ആരാ മകൻ എന്നെനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. തള്ള വൈബ്. ഡാ, നിനക്കേ നല്ല തല്ല് കിട്ടാത്ത കുഴപ്പം തന്നെയാ. 35 വയസ്സിലായി തല്ല്. എന്റെ അമ്മേ. എന്താ? ആ, അതൊക്കെ പോട്ടെ. അല്ല, നാട്ടിൽ എന്ത് സൗകര്യം ഉള്ളത്? ഒരാളുടെയും കയ്യിൽ ഒരു കാശും എടുക്കാനില്ല. ഒരു ദിവസം വീട്ടിലിരുന്ന 100 പിരിവുകാർ വരും. ഇവിടെ ഈ ഫ്ലാറ്റില് ഒരു ഭിക്ഷക്കാരോ പിരിവുകാരോ ഒന്നുമില്ല. പരമസുഖം. ഭക്ഷണം വേണോ? ഈ മൊബൈലില് ഒറ്റ ഞെക്കിയാ മതി. വെറുതെ കിട്ടില്ലല്ലോ. നിന്റെ 25ാം നിലയിലേക്ക് ഏത് കോത പിരിവിന് വരാനാ? സത്യം പറയാ, ഈ ശൂന്യാകാശത്ത് നിന്റെ ജയിലിൽ കിടന്ന് എനിക്ക് മതിയായി. ഭൂമിയായിട്ട് ഒരാസ്പദം ഇല്ലാണ്ട് എങ്ങനെയാ ജീവിക്കുക? കൊതുകില്ല, തെരുവുനായ്ക്കളുടെ ശല്യമില്ല. പിന്നെ 25ാം നിലയെന്നും അച്ഛന് കുളിക്കാം, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാം. ഇതൊക്കെ ആരാ പറയണത്? നീ ഇതൊന്നും ചെയ്യാറില്ലല്ലോ. അത് പിന്നെ അമ്മേ, സമയം. വേണ്ട വേണ്ട, നീ രാവിലെ 8 മണിക്ക് പോയാ തിരിച്ചു വരണത് രാത്രി 10നും 11നും. ഞങ്ങൾ ഇവിടെ ജയിലില്. ഇതിലും ഭേദം ശരിക്കുള്ള ജയിലിൽ പോവാന്ന് എനിക്ക് തോന്നാൻ തുടങ്ങിയിരിക്കണു. എന്റെ അമ്മേ, എന്താ? സത്യം പറഞ്ഞ അമ്മയ്ക്കൊന്നും തോന്നരുത്. എന്തേ? അച്ഛനെ പോലുള്ള ഒരു ദുരന്തവാസിയെ അമ്മയ്ക്ക് എവിടുന്നാ കിട്ടിയേ? നീ എന്താ പറഞ്ഞത്? ക്ഷമി അച്ഛാ, ദുരന്തം എന്ന് പറഞ്ഞ അബദ്ധം എഴുന്നള്ളിക്കുന്ന എന്നേ അർത്ഥമുള്ളൂ. എടോ ഭാര്യേ, എന്താ? ഇവനെ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റണില്ല. ഇനി ഇതുമാതിരത്തെ ഒരെണ്ണം കൂടി വന്നാ നമ്മളെ കുളിപ്പിച്ച് കിടത്തേണ്ടി വരും. സത്യം. അമ്മേ, അച്ഛൻ വിചാരിച്ച പോലെ അല്ലാട്ടോ, കിടുക്കാച്ചിയാ, പൊളപ്പൻ. കിഞ്ചന വർത്തമാനം സമാപിക്കുന്നു. രചന സി കൃഷ്ണകുമാർ. ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ്, ശ്രുതി. ഈ പരിപാടി സമർപ്പിച്ചത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും.
നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.